നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ആലപ്പുഴ കരുവാറ്റയിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചു. വീട്ടമ്മ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. കാർ യാത്രക്കാരി പൂന്തോപ്പ് സ്വദേശി സരസ്വതി അമ്മയാണ് മരിച്ചത്. കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. അഴിമതിയും ധൂർത്തും മുഖമുദ്രയാക്കിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 4ാം വാർഷികാഘോഷത്തിലെ കോടികൾ ധൂർത്തടിക്കുകയാണെന്നും സതീശൻ. പരസ്യങ്ങൾക്ക് പുറമെ സർക്കാർ മാധ്യമങ്ങൾക്ക് പണം നൽകുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും സതീശൻ. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി ലിയോ 16 മാർപ്പാപ്പ ചുമതലയേറ്റു. മുക്കുവന്റെ മോതിരവും പാല്യവും ധരിച്ച് പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു ചുമതലയേൽക്കൽ. മാതൃഭൂമി സ്പെഷ്യൽ കറസ്പോണ്ടന്റും ആലപ്പുഴ ബ്യൂറോ ചീഫുമായിരുന്ന ജോയ് വർഗീസിന്റെ സ്മരണാർത്ഥം ജോയ് വർഗീസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം സമ്മാനിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുരസ്കാരദാന കർമ്മം നിർവഹിച്ചു. അമ്പലപ്പുഴ പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്ററിനെ വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഉദ്യോഗസ്ഥ സംഘമെത്തി സാധ്യതാ പഠനം ആരംഭിച്ചു. നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. പട്ടണക്കാട് വെട്ടക്കൽ പുറത്താങ്കുഴി പുളിക്കൽ അനിൽകുമാറിൻ്റെയും ഉഷയുടെയും മകൻ 26 വയസ്സുള്ള ആരോമലാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്ക്. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ ആലപ്പുഴ കരുവാറ്റയിൽ വാഹനാപകടം. KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച വീട്ടമ്മ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. അപകടത്തെ തുടർന്ന് കാറിനുള്ളിൽ കുടുങ്ങിയവരെ കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. പൂന്തോപ്പ് സ്വദേശി സരസ്വതി അമ്മയാണ് മരിച്ചത്. ആലപ്പുഴ കരുവാറ്റയിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് വീട്ടമ്മ മരിച്ചു. 3 പേർക്ക് പരിക്ക്. കാർ യാത്രക്കാരി പൂന്തോപ്പ് സ്വദേശി സരസ്വതി അമ്മയാണ് മരിച്ചത്. കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. ദേശീയപാതയിൽ ഹരിപ്പാട് കരുവാറ്റ കന്നുകാലി പാലത്തിന് സമീപം തിങ്കളാഴ്ച രാവിലെയാണ് അപകടം. ഹരിപ്പാട് നിന്ന് എറണാകുളത്തേക്ക് പോയ KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന പൂന്തോപ്പ് സ്വദേശി സരസ്വതി അമ്മയാണ് അപകടത്തിൽ മരിച്ചത്. 2 പേർക്ക് പരിക്ക്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. KSRTC ബസ് മത്സ്യം കയറ്റി വന്ന പിക്കപ്പ് വാനിലും ഇടിച്ചു. പിക്കപ്പ് വാൻ ഡ്രൈവർക്കും നിസാരമായി പരിക്കേറ്റു. ബസ് യാത്രക്കാരായ ചിലർക്കും പരിക്കുണ്ട്. പോലീസെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. സർക്കാരിൻ്റെ പ്രൊമോഷന് വേണ്ടി പരസ്യങ്ങൾക്ക് പുറമെ മാധ്യമങ്ങൾക്ക് പണം നൽകുന്നുണ്ടോ എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മാധ്യമങ്ങൾക്ക് പണം നൽകുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ താൻ അതിന് തെളിവ് നൽകാമെന്നും VD സതീശൻ ആലപ്പുഴയിൽ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. നിങ്ങളുടെ ഈ 4ാം വാർഷികം പ്രമോഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരസ്യമല്ലാതെ മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നുണ്ടോ? പരസ്യമല്ലാതെ. വാർഷികാഘോഷങ്ങൾ പ്രൈം ടൈമിൽ കാണിക്കണം, ചാനലുകളുടെ നോൺ പ്രൈം ടൈമിൽ കാണിക്കണം, അതിൻ്റെ ഡോക്യുമെൻ്ററി പോലെ ചെയ്യണം, മന്ത്രിമാരെ പ്രൊമോട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങൾ പരസ്യമല്ലാതെ, പരസ്യം കൊടുത്തോട്ടെ, എല്ലാ സർക്കാരുകളും പരസ്യം കൊടുക്കും, പരസ്യമല്ലാതെ നിങ്ങൾ പണം കൊടുക്കുന്നുണ്ടോ? സർക്കാരോ സർക്കാരിൻ്റെ ഏതെങ്കിലും ഏജൻസികളോ? നിങ്ങൾ മാധ്യമങ്ങളെ ഭയങ്കര പുച്ഛമല്ലേ? മാധ്യമങ്ങളെ പുച്ഛമല്ലേ ഗവൺമെൻറ്റിന്? CPM നേതാക്കന്മാർക്ക് മാധ്യമങ്ങളെക്കുറിച്ച് വളരെ മോശമായി പറയുന്ന നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ, നിങ്ങളുടെ ഈ 4ാം വാർഷികം പ്രൊമോട്ട് ചെയ്യാൻ, നിങ്ങളുടെ മന്ത്രിമാരെ പ്രൊമോട്ട് ചെയ്യാൻ, ഈ വാർഷികാഘോഷ പരിപാടികളെ പ്രൊമോട്ട് ചെയ്യാൻ പരസ്യമല്ലാതെ നിങ്ങൾ മാധ്യമങ്ങൾക്ക് പണം നൽകുന്നുണ്ടോ? നിങ്ങൾ പറയണം, മുഖ്യമന്ത്രി പറയണം. കാരണം വീട്ടിൽ നിന്ന് എടുത്തല്ല, ആരെയും വീട്ടിൽ നിന്നല്ല എടുത്തു കൊടുക്കുന്നത്, മന്ത്രിമാരുടെ അല്ല, സർക്കാരോ സർക്കാരിൻ്റെ ഏജൻസികളോ പണം കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതി പണമാണ്. നിങ്ങൾ ഭരിച്ചു തകർത്തത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജനങ്ങളുടെ പോക്കറ്റ് വീണ്ടും അടിക്കുകയാണ്. ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് നിങ്ങൾ വീണ്ടും മാധ്യമ പ്രമോഷന് വേണ്ടിയിട്ട് മന്ത്രിമാരെ പ്രൊമോട്ട് ചെയ്യാൻ അവർ ഭയങ്കര മിടുക്കന്മാരായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ പണമെടുത്ത് നിങ്ങൾ ചെലവാക്കുന്നുണ്ടോ? പറയണം. സർക്കാർ ചെലവാക്കുന്നുണ്ടോ? സർക്കാരിൻ്റെ ഏതെങ്കിലും ഏജൻസികൾ ചെലവാക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം.
അഴിമതിയും ധൂർത്തും മുഖമുദ്രയാക്കിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സർക്കാരിന്റെ പ്രമോഷന് വേണ്ടി പരസ്യങ്ങൾക്ക് പുറമെ മാധ്യമങ്ങൾക്ക് പണം നൽകുന്നുണ്ടോ എന്ന് മുഖ്യമന്ത്രി പറയണം. നിഷേധിച്ചാൽ താൻ തെളിവ് നൽകാം. 4ാം വാർഷികാഘോഷത്തിന് കോടികൾ ധൂർത്തടിക്കുകയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ശശി തരൂർ വിഷയവും കെ സുധാകരൻ വിഷയവും കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമാണ്. പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന ജി സുധാകരന്റെ പ്രസ്താവന CPM-ൽ നടന്നുവരുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ വെളിപ്പെടുത്തലാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സതീശൻ. DCC പ്രസിഡന്റ് ബി. ബാബുപ്രസാദ്, രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ എന്നിവരും പങ്കെടുത്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് റോയ് കൊട്ടാരച്ചിറ സ്വാഗതവും സെക്രട്ടറി രജീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി ലിയോ 16 മാർപ്പാപ്പ ചുമതലയേറ്റു. മുക്കുവൻ്റെ മോതിരവും പാനീയവും ധരിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. വിവിധ ലോക നേതാക്കളും 2 ലക്ഷത്തിലേറെ വിശ്വാസികളും പങ്കെടുത്തു. വത്തിക്കാനിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിപിൻ ജോസ് അർത്തുകൽ ചേരും. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരമോന്നത പദവിയിൽ പത്രോസിന്റെ പിൻഗാമിയായി ലയോ 14 പാപ്പ ഔദ്യോഗികമായി സ്ഥാനമേറ്റു. ഇന്നലെ പ്രാദേശിക സമയം രാവിലെ 10-ന് വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ അർപ്പിക്കപ്പെട്ട സ്ഥാനാരോഹണ ദിവ്യബലി മധ്യേ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് നീ എന്ന പത്രോസിന്റെ സാക്ഷ്യം ചൊല്ലി പോപ്പിന്റെ അംഗവസ്ത്രമായ പാലിയവും ഫിഷർമാൻസ് റിംഗ് എന്നറിയപ്പെടുന്ന സ്ഥാനമോതിരവും അണിയിച്ചതോടെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് ശേഷം കത്തോലിക്ക സഭയുടെ 267-ാമത്തെ പോപ്പായി മാറുകയായിരുന്നു ലയോ 14. ലോക സമാധാനത്തിലൂന്നിയായിരുന്നു സ്ഥാനമേറ്റ പുതിയ പാപ്പായുടെ ആദ്യ വാക്കുകൾ. ഗാസ, മ്യാൻമാർ, ഉക്രൈൻ ഉൾപ്പെടെ യുദ്ധക്കെടുതികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് ലയോ 14 പാപ്പ പറഞ്ഞു. വിശുദ്ധ പത്രോസിന്റെ കബറിടത്തിൽ പ്രാർത്ഥിച്ച ശേഷമായിരുന്നു ലയോ പാപ്പ ദിവ്യബലിക്കായി എത്തിയത്. ഇറ്റാലിയൻ, സ്പാനിഷ്, ലത്തീൻ, ഗ്രീക്ക് ഉൾപ്പെടെ വിവിധ ഭാഷകളിലായിരുന്നു തിരുക്കർമ്മങ്ങൾ. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് മുന്നോടിയായി സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ തടിച്ചുകൂടിയിരുന്ന ജനസഹസ്രങ്ങൾക്കിടയിലൂടെ പാപ്പ മൊബൈലിൽ സഞ്ചരിച്ച ലയോ പാപ്പ ജനങ്ങളെ ആശീർവദിച്ചു. മാതാപിതാക്കൾ ഉയർത്തിപ്പിടിച്ച കൈക്കുഞ്ഞുങ്ങളെ തലോടിയും ആരവങ്ങൾ മുഴക്കിയ യുവജനങ്ങളെ കരങ്ങൾ വീശി കാണിച്ചും അദ്ദേഹം ജനക്കൂട്ടത്തിന്റെ ആഹ്ലാദങ്ങൾക്കൊപ്പം ചേർന്നു. വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 200-ലധികം ലോക നേതാക്കളാണ് പാപ്പായുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തത്. രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ്, നാഗാലാൻഡ് മുഖ്യമന്ത്രി യാൻ തുങ്കോ പാറ്റൺ എന്നിവരായിരുന്നു ഇന്ത്യൻ സംഘത്തിലെ പ്രധാനികൾ. US വൈസ് പ്രസിഡന്റ് JD വാൻസ്, ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മത്തരെല്ല, പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്, ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ്, ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ്, യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ ഉൾപ്പെടെ ലോക നേതാക്കളുടെ സംഗമവേദി കൂടിയായി മാറി ഇന്നലെ വത്തിക്കാൻ സിറ്റി. വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് വിപിൻ ജോസ് അർത്തിങ്കൽ. മാതൃഭൂമി സ്പെഷ്യൽ കറസ്പോണ്ടന്റും ആലപ്പുഴ ബ്യൂറോ ചീഫുമായിരുന്ന ജോയ് വർഗീസിന്റെ ഓർമ്മയ്ക്കായി ജോയ് വർഗീസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം സമ്മാനിച്ചു. പ്രതിപക്ഷ നേതാവ് BD സതീശൻ പുരസ്കാര സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു. മാതൃഭൂമി മുൻ സ്പെഷ്യൽ കറസ്പോണ്ടന്റും ആലപ്പുഴ ബ്യൂറോ ചീഫുമായിരുന്ന ജോയ് വർഗീസിന്റെ സ്മരണാർത്ഥം ജോയ് വർഗീസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം സമ്മാനിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുരസ്കാരദാന കർമ്മം നിർവഹിച്ചു. അങ്ങനെയുള്ള ഒരു വലിയ ജനറേഷൻ കേരളത്തിൽ ഉണ്ടായിരുന്നു. മാധ്യമ പ്രവർത്തന രംഗത്ത് കേരളത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. അവർ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അവർ യുവജന രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അവര് രാഷ്ട്രീയത്തിലേക്കും സാംസ്കാരിക രംഗത്തേക്കും കടന്നു വന്ന പുതിയ തലമുറയെ അവർ വളരെയധികം വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അവർ വിമർശിച്ചിട്ടുണ്ട്, കൺസ്ട്രക്റ്റീവായ വിമർശനം നടത്തി അവർ ശരിയായ പാതയിലൂടെ പോകാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം നടത്തിയ ഒരു ജനറേഷനിലെ ഒരു പ്രധാനപ്പെട്ട കന്യയായിരുന്നു ശ്രീ ജോയ് വർഗീസ് എന്ന് ഞാൻ പ്രത്യേകമായി പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സാധാരണ ജനപ്രതിനിധികളെയും പത്രപ്രവർത്തകരെയും തമ്മിൽ താരതമ്യം ചെയ്യും. നമ്മളിപ്പോ MLA അല്ലെങ്കിൽ MP, സത്യത്തിൽ നമ്മളൊന്ന് മനസ്സുവെച്ചാൽ ഒരുപാട് ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന, ആരും കാണാതെ കിടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നിയമസഭയിലൂടെ, പാർലമെന്റിലൂടെ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന വിഷയങ്ങൾ ഫോക്കസിൽ കൊണ്ടുവന്ന് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാം. മാതൃഭൂമി കൊല്ലം സീനിയർ റിപ്പോർട്ടർ രതീഷ് ചെവി പുരസ്കാരം ഏറ്റുവാങ്ങി.
കാട്ടിനുള്ളിൽ വീണ്ടും യൂക്കാലി, വനനിയമം കുഴിച്ചുമൂടി വനം വകുപ്പ് എന്ന വാർത്തയ്ക്കാണ് അവാർഡ്. 15,001 രൂപയും ഫലകവും ഉൾപ്പെടുന്ന പുരസ്കാരമാണ് സമ്മാനിച്ചത്. ഫൗണ്ടേഷൻ ചെയർമാൻ ടോമി പുലിക്കാട്ടിൽ അധ്യക്ഷനായി. ജോയ് വർഗീസ് ഫൗണ്ടേഷൻ ഭാരവാഹി SD വേണുകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ആലപ്പുഴ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MG സതീദേവി, ആലപ്പുഴ പ്രസ് ക്ലബ് പ്രസിഡന്റ് റോയ് കൊട്ടാരച്ചിറ, പ്രസ് ക്ലബ് സെക്രട്ടറി രജീഷ് രഘുനാഥ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പുരസ്കാര ജേതാവ് രതീഷ് രവി മറുപടി പ്രസംഗം നടത്തി. ജോയ് വർഗീസ് ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് ജേക്കബ് ജോൺ കൃതജ്ഞതയും ജോയ് വർഗീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി K ശ്യാമപ്രസാദ് സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. അമ്പലപ്പുഴ പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെൻ്ററിൻ്റെ വികസനത്തിന് നടപടികൾ ആരംഭിച്ചു. ഫിഷ് ലാൻഡിംഗ് സെൻ്ററിൻ്റെ സാധ്യതാ പഠനത്തിന് ഉദ്യോഗസ്ഥ സംഘം എത്തി. H. സലാം MLA നേതൃത്വത്തിലായിരുന്നു ഉദ്യോഗസ്ഥ സംഘം എത്തിയത്. ഓസോൺ ബ്രേക്ക് വാട്ടർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്ററിനെ വികസിപ്പിക്കുന്നതിനുള്ള സാധ്യതാ പഠനത്തിന് ഉദ്യോഗസ്ഥ സംഘമെത്തി. തീരദേശ മത്സ്യബന്ധന ഗ്രാമങ്ങളിൽ സ്ഥായിയായ മത്സ്യബന്ധന സാധ്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായി പുന്നപ്ര തീരത്തെ ഉൾപ്പെടുത്തിയതിന്റെ ഭാഗമായാണ് പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ സംഘം സന്ദർശിച്ചത്. പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്റർ വികസിപ്പിക്കുന്നതിന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാന് H. സലാം MLA കത്ത് നൽകിയിരുന്നു. ഇതേ തുടർന്ന് മന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് തീരദേശ വികസന കോർപ്പറേഷൻ MD ഷെയ്ഖ് പരീദ് IAS, നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് എഞ്ചിനീയർ MV രാമമൂർത്തി, ചീഫ് എഞ്ചിനീയർ TV ബാലകൃഷ്ണൻ എന്നിവർ ഉൾപ്പെട്ട ഉന്നതതല സംഘം എത്തിയത്. ഏറെക്കാലം ഈട് നിൽക്കുന്ന ജിയോ ട്യൂബ് പോലെയുള്ള സംവിധാനം പ്രകൃതിയുടെയും തീരത്തിന്റെയും ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ തീരത്തു നിന്ന് അധികം അകലെയല്ലാത്ത വിധം സ്ഥാപിച്ച് ബാക്ക് വാട്ടർ നിലയിൽ രൂപം കൊടുക്കും. തീരത്തിന്റെ സ്വാഭാവിക സംരക്ഷണത്തിനൊപ്പം തീരത്തെ എല്ലാ ഭാഗത്തു നിന്നും മത്സ്യബന്ധനം നടത്താൻ കഴിയുന്ന പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ള തീരവികസന കോർപ്പറേഷനാണ് നടപ്പാക്കുന്നത്. H. സലാം MLA, പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി C. ഷാംജി, AKDS കരയോഗം പ്രസിഡന്റ് D. അഖിലാനന്ദൻ, സെക്രട്ടറി KR തങ്കച്ചി, സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ജോൺസൺ പുത്തൻവീട് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച യുവാവിന് ദാരുണാന്ത്യം. പട്ടണക്കാട് വെട്ടക്കൽ പുറത്താങ്കുഴി പുളിക്കൽ അനിൽകുമാറിൻ്റെയും ഉഷയുടെയും മകൻ 26 വയസ്സുള്ള ആരോമലാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്ക്. നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച യുവാവിന് ദാരുണാന്ത്യം. പട്ടണക്കാട് വെട്ടക്കൽ പുറത്താങ്കുഴി പുളിക്കൽ അനീഷ് കുമാറിൻ്റെയും ഉഷയുടെയും മകൻ ആരോമലാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ജിതിൻ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. വെട്ടക്കൽ തേങ്ങാപ്പുരയ്ക്കൽ പള്ളിക്ക് സമീപം ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. ആരോമലും സുഹൃത്ത് ജിതിനും സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട പോസ്റ്റിലിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ആരോമൽ രക്തം വാർന്ന് ഏറെ നേരം റോഡിൽ കിടന്നു. തുടർന്ന് പോലീസ് എത്തി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ഇലക്ട്രീഷ്യനായ ആരോമൽ അവിവാഹിതനാണ്. അമൽ സഹോദരനാണ്. സംസ്കാരം നടന്നു. ടൈം ന്യൂസ്, ചേർത്തല. പ്രസിദ്ധ വിശുദ്ധവാര തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ പൂങ്കാവ് പള്ളിക്ക് സർക്കാരിൻ്റെ സമ്മാനം. 2 കോടി രൂപ മുടക്കിയുള്ള പിൽഗ്രിം കൺവെൻഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആലപ്പുഴ രൂപതാ ബിഷപ്പ് ജെയിംസ് ആനാപറമ്പിൽ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. പ്രമുഖ വിശുദ്ധവാര തീർത്ഥാടന കേന്ദ്രമായ ആലപ്പുഴ പൂങ്കാവ് പള്ളിക്ക് കേരള സർക്കാരിൻ്റെ സമ്മാനം. ഇവിടെ എത്തിച്ചേർന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിനടക്കം വിപുലമായ സൗകര്യത്തോടുകൂടിയ കൺവെൻഷൻ സെന്റർ സർക്കാർ നിർമ്മിച്ചു നൽകും. ബഡ്ജറ്റ് വിഹിതമായി അനുവദിച്ച് 2 കോടി രൂപ ഉപയോഗിച്ച് ടൂറിസം വകുപ്പ് നിർമ്മിക്കുന്ന പൂങ്കാവ് പിൽഗ്രിം കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം ഞായറാഴ്ച രാവിലെ 8:30 ആലപ്പുഴ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ നിർവഹിച്ചു. PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. ഏതു സർക്കാർ വന്നാലും ചുവപ്പ് നാട കുരുക്കഴിക്കുക വളരെ പ്രധാനമാണ്. തന്റെ മണ്ഡലത്തിൽ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നതിലും ചുവപ്പ് നാട കുരുക്കഴിച്ച് അവ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും PP ചിത്തരഞ്ജൻ പുലർത്തുന്ന നിശ്ചയദാർഢ്യവും നിരന്തര ഇടപെടലും അഭിനന്ദനമർഹിക്കുന്നതാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബിഷപ്പ് ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ പറഞ്ഞു. മനോഹരമായ പുതിയ പാലങ്ങളടക്കം ആലപ്പുഴയിലെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട വിപുലമായ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. ആലപ്പുഴയുടെ ടൂറിസം സാധ്യതകളിൽ ഏറെ പ്രധാനമാണ് പിൽഗ്രിം ടൂറിസം. ആലപ്പുഴയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ കോർത്തിണക്കിയുള്ള ടൂറിസം സർക്യൂട്ടും കേരള സർക്കാർ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് പൂങ്കാവ് പള്ളിയിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകർക്കുള്ള വിശ്രമ കേന്ദ്രം, 1000 പേർക്ക് ഒന്നിച്ചിരിക്കാവുന്ന വിശാലമായ സദ്യാലയം, ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്നിവയോടുകൂടിയ പൂങ്കാവ് പിൽഗ്രിം കൺവെൻഷൻ സെന്ററിൽ നിർമ്മിക്കുന്നത്. സംസ്ഥാന നിർമ്മിതി കേന്ദ്രമാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അവർ തന്നെയാണ് നിർമ്മാണ ചുമതലയും ഏറ്റെടുത്തിട്ടുള്ളത്. പൂങ്കാവ് പള്ളി പുതുതായി വാങ്ങിയ സ്ഥലത്താണ് കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുന്നത്. TP ഷാജി, ജാസ്മിൻ ബിജു, സേവ്യർ മാത്യു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പൂങ്കാവ് പള്ളി വികാരി ഫാദർ സേവ്യർ ചിറമേൽ സ്വാഗതവും ജയൻ തോമസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, ആലപ്പുഴ. അമ്പലപ്പുഴ ദക്ഷ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ നേതൃത്വത്തിൽ കുച്ചിപ്പുടി ശില്പശാല ആരംഭിച്ചു. അമ്പലപ്പുഴ PN പണിക്കർ സ്മാരക ഗവൺമെൻറ് LP സ്കൂളിൽ 3 നാളുകളിലായിട്ടാണ് ശില്പശാല സംഘടിപ്പിച്ചിട്ടുള്ളത്. H. സലാം MLA ഉദ്ഘാടനം ചെയ്തു.
അമ്പലപ്പുഴ ദക്ഷ സ്കൂൾ ഓഫ് ആർട്സിൻ്റെ നേതൃത്വത്തിൽ കുച്ചിപ്പുടി വർക്ക്ഷോപ്പിന് തുടക്കമായി. എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൻ്റെ വഴിയിൽ ഇങ്ങനെ തേടി പോയാൽ നമ്മൾ ജനിച്ച് ജീവിക്കുന്ന അമ്പലപ്പുഴ എന്ന് പറയുന്നത് നമ്മുടെ മാത്രമായ ഒരു ചെറിയ വലയത്തിലെ സംസ്കാരം പേരുന്നതല്ല. അതിനേക്കാൾ വിപുലമായ തിരുവിതാംകൂറിൻ്റെയും കേരള രൂപങ്ങളുടെ മുമ്പുള്ള ഒരു നാടിൻ്റെ ചരിത്രത്തിൻ്റെ വഴികളിലുമെല്ലാം ഏറ്റവും മഹനീയമായ ഒരു സ്ഥാനമുള്ള ഒരു നാടാണ് നമ്മുടെ അമ്പലപ്പുഴ. നിശ്ചയമായും അത്തരമൊരു സാംസ്കാരികമായ പാരമ്പര്യം പേറുന്നൊരു മണ്ണിൻ്റെതായ ഒരു മൂല്യം, ഒരു നന്മ അത് അതുപോലെ കെട്ടുപോകാൻ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ ഇന്ന് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും. പ്രശസ്ത നർത്തകിയും ചലച്ചിത്ര താരവുമായ ഡോക്ടർ രചന നാരായണൻകുട്ടിയാണ് 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിട്ടുള്ള ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സുഷമ്മ രാജീവ്, P ജയലളിത, ദക്ഷ മാനേജിംഗ് ഡയറക്ടർ RLB ദേവിക സുന്ദർ, കീർത്തി അരുൺ എന്നിവർ സംസാരിച്ചു. ശരണ്യ R നായർ സ്വാഗതം പറഞ്ഞു. വർക്ക്ഷോപ്പ് ബുധനാഴ്ച സമാപിക്കും. ടൈം ന്യൂസ്, അമ്പലപ്പുഴ. ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു. SSLC ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാനാണ് സമ്മേളനം ചേർന്നത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ A+ വാങ്ങിയ സർക്കാർ സ്കൂളാണ് ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ 100 കുട്ടികളെയും NMMS നേടിയ 5 കുട്ടികളെയും USS നേടിയ 29 കുട്ടികളെയും അനുമോദിക്കുന്ന ചടങ്ങാണ് സംഘടിപ്പിച്ചത്. ഇതിൻ്റെ ഭാഗമായിരുന്ന വിജയികളായ എല്ലാ കുട്ടികൾക്കും റോസാപ്പൂവും മധുരപലഹാരവും വിതരണം ചെയ്തു. രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PT സതീശൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയകുമാർ, കൗൺസിലർ A അജി, SMC ചെയർമാൻ മുരുകൻ, PR ഹരിക്കുട്ടൻ, പ്രിൻസിപ്പൽ ഹരികുമാർ, സ്കൂൾ അധ്യാപകർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. പ്രഥമാധ്യാപിക ബിന്ദു ടീച്ചർ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ഷാജി മഞ്ചരി നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. തുറവൂർ പഞ്ചായത്ത് 9-ാം വാർഡ് വളമംഗലം തെക്ക് NSS കരയോഗം റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു. ഇതോടെ ഈ പ്രദേശത്തുള്ള 50ഓളം കുടുംബങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരമായി. തുറവൂർ പഞ്ചായത്ത് 9-ാം വാർഡ് വളമംഗലം NSS കരയോഗം റോഡ് ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. തുറവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CO ജോർജ് റോഡ് ഉദ്ഘാടനം ചെയ്തു. 12 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതോടെ വളമംഗലം 9-ാം വാർഡ് NSS കരയോഗം പ്രദേശത്ത് താമസിക്കുന്ന 60-ൽ പരം വീട്ടുകാർ അനുഭവിച്ച യാത്രാ ദുരിതത്തിന് പരിഹാരമായി. 210 മീറ്റർ ദൂരം ടൈൽ വിരിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. പലരിൽ നിന്നും കൺസെൻറ്റ് കിട്ടാത്തതിൻ്റെ ഒരു കാരണത്താൽ പല പ്രാവശ്യം ഈ പ്രവർത്തനം മുടങ്ങിയെങ്കിൽ പോലും ഈ പരിസരത്തുള്ള കുറേ ആൾക്കാരുടെ സന്നദ്ധത ഈ റോഡ് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. ടൈനോസ്, തുറവൂർ. SNDP പാണാവള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക കൺവെൻഷനും പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. പുതുതായി എത്തിയ പ്രവർത്തകർക്ക് വേണ്ടിയാണ് പരിശീലനം സംഘടിപ്പിച്ചത്. പാണാവള്ളി മേഖലാ ചെയർമാൻ KL അശോകൻ ഉദ്ഘാടനം ചെയ്തു. SNDP പാണാവള്ളി മേഖലാ ശാഖാ പ്രവർത്തകർക്കുള്ള നേതൃത്വ പരിശീലന പരിപാടി നടന്നു. പാണാവള്ളി ശ്രീ കണ്ഠേശ്വരം സ്കൂളിൽ നടന്ന പരിശീലന പരിപാടി SNDP പാണാവള്ളി മേഖലാ ചെയർമാൻ KL അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ശാഖായോഗത്തിന്റെ പ്രവർത്തകൻ എങ്ങനെയാകണം, ഏതാണ് മാനദണ്ഡം, എങ്ങനെയാണ് മാതൃകയാകേണ്ടത്, മറ്റുള്ളവർക്ക് മാതൃകയാകുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കാനും നമുക്ക് സാധിക്കും. അതിന് ഈ അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുതുതായി SNDP ശാഖായോഗങ്ങളിലും അതുപോലെ മറ്റു ഔദ്യോഗിക സ്ഥാനങ്ങളിലും എത്തിയവർക്ക് കൃത്യതയോടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സംബന്ധിച്ച ക്ലാസ്സാണ് നടന്നത്. യോഗം കൗൺസിലർ PT മന്മഥൻ അധ്യക്ഷത വഹിച്ചു. കോട്ടയം മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി VM ശശി ക്ലാസ് നയിച്ചു. മേഖലാ കമ്മിറ്റി അംഗങ്ങളായ PP ദിനദേവൻ, V വിനോദ്, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളായ നിതിൻ തിരുനെല്ലൂർ, R ദേവദാസ് ശ്യാം, വനിതാ സംഘം പ്രവർത്തകരായ റാണി ഷിബു, രേണുക മനോഹരൻ, അനിത സുജിത് തുടങ്ങിയവർ പങ്കെടുത്തു. ടൈനോസ്, തുറവൂർ.
തണ്ണീർമുക്കം പഞ്ചായത്ത് 1-ാം വാർഡിൽ കോൺഗ്രസ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. UDF ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് CK ഷാജി മോഹനാണ് ഉദ്ഘാടനം ചെയ്തത്. ചേർത്തല തണ്ണീർമുക്കം പഞ്ചായത്ത് 1-ാം വാർഡ് കോൺഗ്രസ് കുടുംബസംഗമം നടന്നു. UDF ജില്ലാ ചെയർമാൻ CK ഷാജി മോഹൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ കഴിഞ്ഞ വർഷം പത്രത്തിൽ കണ്ടു കാണുക, മഹാത്മാഗാന്ധിയുടെ പടത്തിന് നേരെ ഷൂട്ട് ചെയ്യുന്നു, വെടിവെക്കുന്നു. BJP-ക്കാരെ മഹാത്മാഗാന്ധി ഇപ്പോഴും ഭയപ്പെടുന്നു. വർഷങ്ങൾ മരിച്ചിട്ട് എത്ര ദിവസമായി, എത്ര നാളുകളായി, വർഷങ്ങളായി. പക്ഷേ ഇപ്പോഴും മഹാത്മാഗാന്ധി ഭയപ്പെടുന്നു. മഹാത്മാ മാത്രമല്ല, ഈ അടുത്ത കാലത്ത് നെഹ്റുവിനെ ഭയപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് നെഹ്റു യുവകേന്ദ്രം എന്ന് പറയുന്നൊരു കായിക സാംസ്കാരിക മന്ത്രിയുടെ കീഴിലുള്ള ഒരു ജില്ലയിലൊരു ഓഫീസുണ്ട്. അതെല്ലാം കഴിഞ്ഞ ദിവസം എന്നിട്ട് എൻ്റെ നെഹ്റുവിൻ്റെ പേര് മാറ്റി നെഹ്റു യുവകേന്ദ്രം എന്നുള്ള മാറ്റി പുതിയ പേരിട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ഗാന്ധിജിയെ നെഹ്റുവിനെയൊക്കെ ഈ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഭയപ്പെടുകയാണ്. എന്ന് വെച്ചാൽ ഗാന്ധിജി നെഹ്റു ഒക്കെ ഉണ്ടായിരുന്ന കാലത്താണ്, അവരുടെ ശ്രമഫലമായിട്ടാണ് നമുക്കിപ്പോൾ കഴിയുന്ന രീതിയിൽ ഈ രീതിയിൽ കഴിയാൻ പോകുന്ന അസൗകര്യം ഉണ്ടാക്കിയതെന്ന് അവരുടെ ശ്രമഫലമായിട്ടാണ് തുടങ്ങി വെച്ചവരാണ്. വാർഡ് പ്രസിഡന്റ് ടോമി കിണറ്റുകര അധ്യക്ഷത വഹിച്ചു. മുൻ കയർ കോർപ്പറേഷൻ ചെയർമാനും KPCC അംഗവുമായ KR രാജേന്ദ്രപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് KC ആന്റണി, സജി കുര്യാക്കോസ്, G സുരേഷ് ബാബു, CD ശങ്കർ, R ശശിധരൻ, S കൃഷ്ണകുമാർ, ഡോക്ടർ ബേബി കമലം, രഞ്ജിത്ത് P ചെങ്ങണ്ട, വിജയചന്ദ്രൻ, S സരസൻ, V സുനിൽ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല ആഹ്വാനം വായനശാലയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കുട്ടികൾ തയ്യാറാക്കിയ നാടകത്തിൻ്റെ അവതരണവും ഇതോടൊപ്പം നടന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം NR ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ആഹ്വാനം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും കുട്ടികളുടെ സമ്മർ ക്യാമ്പ് രൂപപ്പെടുത്തിയ നാടക അവതരണവും സംഘടിപ്പിച്ചു. ആഹ്വാനം നഗറിലാണ് പരിപാടി നടന്നത്. വിളംബര ജാഥ, പഠനോപകരണ വിതരണം, നാടക അവതരണം എന്നിവ നടത്തി. ചേർത്തല അർബൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് NR ബാബുരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചേർത്തല സാന്ത്വനം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി B വിനോദ് പ്രതിഭകളെ ആദരിച്ചു. വായനശാല പ്രസിഡന്റ് M ഷാജി അധ്യക്ഷത വഹിച്ചു. ME കുഞ്ഞുമുഹമ്മദ്, PS ഗോപി, മുനിസിപ്പൽ കൗൺസിലർ ലിസി ടോമി, KR രാജേഷ്, ലെനിൻ, നന്ദഗോപൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വായനശാല സെക്രട്ടറി R രാജേഷ് സ്വാഗതവും CV ജോണി നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മ ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. മുഹമ്മദ് ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും ഇതോടൊപ്പം വിതരണം ചെയ്തു. യോഗ്യ ഒപ്റ്റിക്കൽസ് ഉടമ ജോസി ജേക്കബ് യോഗ്യ വീട ഉദ്ഘാടനം ചെയ്തു. കൺവീനർ ജയ രാജേഷ് അധ്യക്ഷയായി. കനിവ് കോർഡിനേറ്റർ VV വിനോദ് സ്വാഗതവും ജോയിന്റ് കൺവീനർ കവിത ഷാജി നന്ദിയും പറഞ്ഞു. ക്ലബ് രക്ഷാധികാരി KS സുനിമോൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ക്ലബ് പ്രസിഡന്റ് CR ഷാജി, ക്ലബ് ട്രഷറർ MA സെലിൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്ലബിന്റെ ജീവകാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെട്ട കനിവിന്റെ വിഭാഗമായി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. മുഹമ്മദ് ചീരപ്പഞ്ചിറ സ്വാമി അയ്യപ്പൻ പഠന കളരിയിൽ ശ്രീനാരായണ പഠന ശിബിരം സംഘടിപ്പിച്ചു. ചെമ്പഴന്തി ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് പഠന ശിബിരം ഒരുക്കിയത്. മുഹമ്മദ് ചീരപ്പഞ്ചിറ സ്വാമി അയ്യപ്പൻ പഠനകളരിയിൽ ഗുരുദേവ പഠന ശിബിരം സംഘടിപ്പിച്ചു. ചെമ്പഴന്തി ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രത്തിന്റെ സഹകരണത്തോടെയാണ് പഠന ശിബിരം സംഘടിപ്പിച്ചത്. ഗണനാഥൻ വൈദ്യർ ഉദ്ഘാടനം ചെയ്ത ഗുരുദേവ ധർമ്മ പ്രഭാഷണം നടത്തി. ശിവ അവതാരമായ ശ്രീനാരായണ ഗുരുദേവൻ വന്ന് ധ്യാനിച്ച് ആത്മജ്ഞാനത്തിലൂടെ കുണ്ടലിനി ശക്തി ഉണർത്തി സഹസ്രാര പത്മദളത്തില് ദേവീ ചൈതന്യത്തെ ഉണർത്തി പ്രാർത്ഥിച്ച് കളരി പരിരക്ഷകൻ മാധവ ബാലസുബ്രഹ്മണ്യം അധ്യക്ഷനായി. ഗുരുധർമ്മ പ്രചരണ സഭ കേന്ദ്ര ഉപദേശക സമിതി കൺവീനർ സതീശൻ അത്തിക്കാട, പത്മജ ബാലസുബ്രഹ്മണ്യം, ശ്യാം തുറവൂർ, ബേബി പാപ്പാളിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഭീകരപ്രവർത്തകർക്കെതിരെ പോരാടി വിജയം നേടിയ സൈനികർക്കായി ബേബി പാപ്പാളിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. തുടർന്ന് ഗുരുദേവ ക്വിസ് മത്സരവും നടന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴ കരുവാറ്റയിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചു. വീട്ടമ്മ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. കാർ യാത്രക്കാരി പൂന്തോപ്പ് സ്വദേശി സരസ്വതി അമ്മയാണ് മരിച്ചത്. കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. അഴിമതിയും ദൂർത്തും മുഖമുദ്രയാക്കിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 4ാം വാർഷികാഘോഷത്തിലെ കോടികൾ ദൂർത്തടിക്കുകയാണെന്നും സതീശൻ. പരസ്യങ്ങൾക്ക് പുറമെ സർക്കാർ മാധ്യമങ്ങൾക്ക് പണം നൽകുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും സതീശൻ. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി ലിയോ 16 മാർപ്പാപ്പ ചുമതലയേറ്റു. മുക്കുവന്റെ മോതിരവും പാല്യവും ധരിച്ച് പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു ചുമതലയേൽക്കൽ.
മാതൃഭൂമി സ്പെഷ്യൽ കറസ്പോണ്ടന്റും ആലപ്പുഴ ബ്യൂറോ ചീഫുമായിരുന്ന ജോയ് വർഗീസിന്റെ സ്മരണാർത്ഥം ജോയ് വർഗീസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം സമ്മാനിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുരസ്കാരദാന കർമ്മം നിർവഹിച്ചു. അമ്പലപ്പുഴ പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെന്ററിനെ വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ഉദ്യോഗസ്ഥ സംഘമെത്തി സാധ്യതാ പഠനം ആരംഭിച്ചു. നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച യുവാവിന് ദാരുണാന്ത്യം. പട്ടണക്കാട് വെട്ടക്കൽ പുറത്താങ്കുഴി പുളിക്കൽ അനിൽകുമാറിൻ്റെയും ഉഷയുടെയും മകൻ 26 വയസ്സുള്ള ആരോമലാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും.